السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله، أما بعد. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: من تردى من جبل فقتل نفسه فهو في نار جهنم يتردى فيها خالدا مخلدا فيها أبدا، ومن تحسى سما فقتل نفسه فسمه في يده يتحساه في نار جهنم خالدا مخلدا فيها، ومن قتل نفسه بحديدة فحديدته في يده يتوجأ بها في نار جهنم خالدا مخلدا فيها أبدا. رواه البخاري ومسلم. സഹാബി പ്രമുഖനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുന്നു: മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീഹാ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ഒരാൾ തന്റെ ശരീരത്തെ മലമുകളിൽ നിന്നും വീഴ്ത്തി ആത്മഹത്യ ചെയ്താൽ അവനുള്ള നരകത്തിലെ ശിക്ഷ അതേ രൂപത്തിലായിരിക്കും. അവൻ നരകത്തിൽ ഉയരത്തിൽ അവൻ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. അനശ്വരമായി ശാശ്വതമായി ആ ശിക്ഷ അവനുണ്ടാകും. വമൻ തഹസ്സാ സുമ്മൻ ഫഖതല നഫ്സഹു, ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താൽ ഫസുമ്മുഹു ഫീ യദിഹി, ആ വിഷം അവന്റെ കയ്യിലുണ്ടാകും. യതഹസ്സാഹു ഫീ നാരി ജഹന്നമ, നരകത്തിൽ അവൻ ആ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കും, അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫീഹ, ഈ അവസ്ഥ അവന് ശാശ്വതമായിരിക്കും. വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, മാരകമായ ആയുധം കൊണ്ട്, ഇരുമ്പ് ആയുധം കൊണ്ടാണ് ഒരാൾ തന്റെ ശരീരത്തെ കൊല്ലുന്നതെങ്കിൽ ഫഹദീദത്തുഹു ഫീ യദിഹി, ആ ഇരുമ്പ് അവന്റെ കയ്യിലുണ്ടാകും, ആയുധം അവന്റെ കയ്യിലുണ്ടാകും. യതവജ്ജഹു ബിഹാ ഫീ നാരി ജഹന്നമ, നരകത്തിൽ അവൻ ആ ആയുധം കൊണ്ട് തന്റെ ശരീരത്തിൽ അവൻ മുറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ, അവൻ ആ ശിക്ഷയിൽ അനശ്വരനായിരിക്കും, എപ്പോഴും ശാശ്വതമായി കൊണ്ട് തന്നെ. ഇതായിരിക്കും അവന്റെ അവസ്ഥ. ജീവൻ നൽകിയവന് മാത്രമാണ് ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളത്. ആർക്കും സ്വന്തം ജീവൻ എടുക്കാനുള്ള അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ ശിക്ഷ ഏത് രീതിയിലാണോ അവർ ആത്മഹത്യ ചെയ്തത് അതേ രീതിയിലായിരിക്കും അവരുടെ ശിക്ഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.